നമ്മളെ വീട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, വേറെ ലെവലിലാണ്. ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. എല്ലാവരും ഇപ്പോൾ നോക്കുന്ന ഫർണിച്ചറുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പല വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ കാണുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ എവിടെയാണ് മേടിക്കാൻ കിട്ടുക, ഇതൊക്കെ ഒത്തിരി റേറ്റ് ആവും, അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഫർണിച്ചറുകൾ മേടിച്ചാൽ ഇതിന് വാറണ്ടി കിട്ടും എന്നൊക്കെ ധാരാളം സംശയങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചർ വാറണ്ടിയോട് കൂടിയിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന റോയൽ ഓക്ക് ഫർണിച്ചർ ഷോപ്പിലാണ് എന്നുള്ളത്. ഇത് ട്രിവാൻഡ്രം ഷോപ്പാണ്. കേരളത്തിൽ ധാരാളം റോയൽ ഓക്കിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പം ഇന്നത്തെ ഇവിടുത്തെ ഫർണിച്ചറിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓട്ടോമൻസ്. ഇത് സ്റ്റോറേജ് ഉള്ളതുണ്ട്, വിത്തൗട്ട് സ്റ്റോറേജ് ഉള്ള സാധനങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2300 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ധാരാളം ഒരുപാട് നമുക്ക് എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഡിസൈനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് അമേരിക്കൻ ഡിസൈൻസ്, ഇറ്റാലിയൻ ഡിസൈൻസ്, അതുപോലെ തന്നെ മലേഷ്യൻ ഡിസൈൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ശരിക്കും ഒരു US ഡിസൈനാണ്. ഇത് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് അൽത്താഫ് ഉണ്ട് നമ്മോടൊപ്പം. അപ്പോൾ അൽത്താഫെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സാധനമാണ് ഇമ്പോർട്ടഡ് ഫർണിച്ചർ എവിടെ കിട്ടും എന്നുള്ളത്. പലപ്പോഴും ഒരുപാട് സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം പല ആളുകളും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാറ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഒരുപാട് പുറത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ അറിയുന്നുണ്ട്. ഇവിടെ ഉള്ള ഇന്ത്യയിൽ ഉള്ളത് ഉൾപ്പെടെ നമുക്ക് പുറത്ത് ഒരുപാട് കളക്ഷൻസ് ഒക്കെ അറിയുന്നുണ്ട്. അതൊക്കെ വീട്ടിലേക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഉള്ള സംശയം എന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാത്ത രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയിലും അതുപോലെ സർവീസിങ്ങിലും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റിയത് നമ്മുടെ റോയൽ ഓക്ക് എന്നുള്ള ബ്രാൻഡ്. ഓൾ ഇന്ത്യയിൽ നമുക്ക് 170+ സ്റ്റോഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇൻഫോസിസിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റിലും ഇതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതുപോലെ ഇന്ത്യയിൽ നമുക്ക് എവിടെയും ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇത് നമ്മുടെ US കളക്ഷനാണ് കേട്ടോ. ഏകദേശം വരുന്നത് 89,000 ആണ് ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിൽ കാണുന്നത് ആർട്ട് മാർബിളാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീല് കിട്ടത്തക്ക തരത്തിലുള്ള ഒരു ടേബിളാണ്. ഇതിൻ്റെയൊക്കെ വൈഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ അമേരിക്കൻ കളക്ഷനാണ് അല്ലേ? അതെ, ശരിക്കും അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീലുണ്ട്. അതുപോലെ ഡുവൽ ടോണിങ് ആണ്. അതുപോലെ തന്നെ ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഈ ശരിക്കും അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ് സംഭവം? ഇത് ആക്ച്വലി ഫാബ്രിക്കും ലെതറേറ്റും തമ്മിലുള്ള മിക്സിംഗ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്കതിൽ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക്കിന്റെ ഡീമെറിറ്റ്സ് കുറയ്ക്കാം. പെട്ടെന്ന് തന്നെ ലിക്വിഡ് അബ്സോർവ് ചെയ്യുക, അല്ലെങ്കിൽ ഡസ്റ്റിങ്, അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഡസ്റ്റ് ഒക്കെ പിടിക്കുന്നതിന് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യും ആ ഒരു കൺസെപ്റ്റിന് വേണ്ടി. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ മോഷൻ ആണ്. പവറിൽ വർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെയാണ് നമുക്ക് മാനുവലും ഉണ്ട്, അതുപോലെ തന്നെ പവർ മോഷനും ഉണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് വരുന്നത് ഇവിടെയാണ് ഇതിന്റെ സ്വിച്ചസ് വരുന്നത്. നമുക്കൊരു USB ചാർജിങ്ങും നമുക്ക് പവർ മോഷനും ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തേ, അതായത് കുട്ടികൾക്കും നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് ഈ റെഡി യൂസ് ചെയ്യാം. വോൾവോയിലൊക്കെ ഉള്ള സെയിം ഫീച്ചർ തന്നെ പറയാം അല്ലേ? നമ്മൾ തിയേറ്റേഴ്സിലൊക്കെ പോയി ഫിലിം വാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒറ്റ ക്ലിക്കിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാനും സാധിക്കും അല്ലേ? യെസ്, നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കത് 0ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത സാധനമാണല്ലോ ഇത്. നമുക്ക് എത്ര എണ്ണമാണ് നമുക്ക് ഇങ്ങനെ റിക്ലൈൻ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിൽ 2 സീറ്ററിന് രണ്ടും കംപ്ലീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ 3 സീറ്ററിനെ സംബന്ധിച്ച് നമുക്ക് സെന്റർ പോർഷൻസ്, അതായത് ഈ വരുന്ന പോർഷൻ എപ്പോഴും സ്റ്റിൽ ഹോൾഡിംഗ് ആയിരിക്കും. ഇത് മൂവ്മെന്റ് ചെയ്യില്ല. അതാണ് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. നമുക്കൊരു റിക്ലൈനറൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരിക? നമുക്ക് പവർ മോഷനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നത് മെക്കാനിക്കലാണ്. അത് വരുമ്പോൾ നമുക്ക് 19,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടത് നമ്മളൊരു പവർ മോഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഉണ്ട്. മെക്കാനിക്കലുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ലൂക്ക് ഫാബ്രിക് എന്ന് പറയും. ഇത് ശരിക്കും നമുക്ക് കറണ്ടിന്റെ ആവശ്യമില്ല. പ്ലസ് പോയിന്റ് നമുക്ക് ഈ റോക്കിംഗ് എഫക്ട് കിട്ടുന്നതാണ്. ഇത് നമുക്ക് വരുന്ന ലൂക്ക് ഫാബ്രിക് ആണ്. മലേഷ്യൻ കളക്ഷൻ ആണ്. നമുക്ക് എല്ലാ കളക്ഷൻസും ഉണ്ട്. അമേരിക്കൻ കളക്ഷൻസ് ഉണ്ട്, ഇറ്റാലിയൻ വരുന്നുണ്ട്, മലേഷ്യൻ എല്ലാം വരുന്നുണ്ട്.
വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു യൂസിങ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിവർ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഇരിക്കുവാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. നേരത്തെ അതാണ് പറഞ്ഞത്, നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് അതിൽ നമുക്ക് പവർ മോഷൻ ആകുമ്പോൾ ജസ്റ്റ് സ്വിച്ചസിൽ വർക്ക് ചെയ്യാം. ഇതിലാവുമ്പോൾ മാനുവൽ ലിവർ ആയിരിക്കും. ഇനി ഇതിന്റെ തന്നെ നമുക്ക് ഓപ്ഷൻസ് വരുവാണെങ്കിൽ ഇതിന്റെ 3 സീറ്റർ വരുമ്പോൾ നമുക്ക് ഇതിൽ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 സീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇവിടെ പവർ മോഷൻസ് നമുക്ക് വരുന്നുണ്ട്. മൊബൈൽ അതുപോലെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫിലിം കാണുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഫോണൊക്കെ എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ എന്ത് സ്റ്റോർ ചെയ്യാനൊക്കെ അവിടെ ഒരു സ്റ്റോറിംഗ് സ്പേസും കൂടി വരുന്നുണ്ട്. ഒത്തിരി ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് വെറൈറ്റി ഡൈനിങ് ടേബിൾസ്. നമുക്ക് ഒരു ഇറ്റാലിയൻ ആൻട്രിയ കളക്ഷൻസ് എന്നൊക്കെ പറയാം. വളരെ മനോഹരമായിട്ടുള്ള, ഇത് ആർട്ട് മാർബിൾ ആണോ ഈ ടോപ്പിൽ? ഇത് നമുക്ക് 5D മാർബിൾസ് തന്നെയാണ്. 5D മാർബിൾസ് ആണ്, ഒരു രക്ഷയില്ല ഫിനിഷ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ചെയറൊക്കെ എന്താ പറയുക, ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലേ? ഭയങ്കര രസമുണ്ട്, ഇരിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നല്ല കംഫർട്ട് ഉണ്ട്. ഇത് 6 സീറ്റർ അല്ലേ? ഇത് 6 സീറ്റർ ആണ്. ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ പോർഷന്റെ ആ ഒരു ഡിസൈൻ കാണണം, ആ ഒരു ലെഗ് എപ്പോഴും നമുക്ക് 4 സൈഡ്സും ഫ്രീ ആയിരിക്കും. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വീടാണെങ്കിൽ കുട്ടികൾക്ക് ഓടി കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാനൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. കുറച്ചുകൂടി ഡേഞ്ചർ കുറഞ്ഞു കിട്ടും. അതെ അതെ. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ലെഗ് സ്പേസ്, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും. നമ്മുടെ സ്റ്റാർട്ടിങ് 15,000 മുതൽ നമുക്ക് സോഫയുടെ സിംഗിൾ സീറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് ഓരോ പ്രൊഡക്റ്റിനും അനുസരിച്ച് വേരിയേഷൻസ് വരുന്നത് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഡിസൈനിന്റെ വ്യത്യസ്തത തന്നെയാണ് കേട്ടോ റോയൽ എക്കിനെ മറ്റ് ബ്രാൻഡുകളിൽ നിന്നിട്ട് ഇതാക്കുന്നത്. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സാധനം കാണിച്ചു തരാവേ. ഇപ്പൊ ഇത് മറ്റേ ഇതല്ലേ? ഇത് നമ്മുടെ ഔട്ട്ഡോർ സെറ്റ് ആണ്, ഷീഷ വുഡിൽ വരുന്നത്. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടു കിടക്കാൻ പറ്റും. നമുക്ക് സ്വിങ്സിന്റെ 3 to 4 കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ വെതർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, പ്രശ്നമില്ല. നമ്മൾ കുഷ്യൻസ് ഒന്നും എടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി. ഇതിന്റെ ഫ്രെയിമിനൊന്നും ഇഷ്യൂസ് ഒന്നും വരില്ല. നമുക്കൊരു 150 വരെ നമുക്ക് വെയിറ്റ് സപ്പോർട്ട് റേറ്റ് വരുന്നുണ്ട് അല്ലേ? 20,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് സിംഗിൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഔട്ട് സൈഡ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബെഡ്റൂം അതുപോലെ നമ്മുടെ അപ്പർ ലിവിംഗ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും എലഗന്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ, അതായത് എന്താ പറയുക, ഒരു ഫ്രെയിംലെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ശരിക്കും ഇതിനകത്ത് ഗ്ലാസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കണം അല്ലേ? ഒരു എയറിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ? അതായത് നമുക്കിത് വരുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്നല്ല, എന്നാൽ ഒരു 6 സീറ്റർ 35,000 ഫുൾ സെറ്റ് കിട്ടുക എന്നുള്ളത് ഒരു നോർമൽ. വെറും 35,000 രൂപയ്ക്കാണ് ഈ കാണുന്ന സാധനം, ഒന്നും പറയാനില്ല. അതും നമുക്ക് സോളിഡ് വുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ട്. ഓക്കെ ഫൈൻ. ഇതിന് എന്താണ് ശരിക്കും ഇത്രയും ഒരു ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? സാധാരണ ഡൈനിങ് ടേബിളിനെ അപേക്ഷിച്ചിട്ട് ഇതിന് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യും. അതാണ് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞത്, ഇന്റർനാഷണൽ കളക്ഷൻ. നമ്മൾ ഇന്ത്യൻ കളക്ഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ കൺട്രിയിലെ കളക്ഷൻസ് നമ്മൾ പണ്ടത്തെ ഫിലിംസിലൊക്കെ കാണുന്ന സമയത്താണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് അമേരിക്കൻ ബേസ്ഡ് ആയത് മേ ബി കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു എലഗന്റ് നമുക്ക് ഇതിന്റെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അടി കൊടുത്തിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു പാറ്റേൺസ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സാധനത്തിൽ നിന്ന് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ നല്ല രസമുള്ള ഒരു വെനീസ് ഇറ്റാലിയൻ കളക്ഷനിൽ വരുന്ന ഒരു ഫാബ്രിക് സോഫാസ് ആണ്. നമുക്ക് ഇതിന്റെ 3+2 വരുമ്പോൾ ജസ്റ്റ് 50,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ റോലോക്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ബെഡ്റൂംസ് ചെയ്യാനെല്ലാം ഒരേ കളക്ഷൻസിൽ എല്ലാം അവൈലബിൾ ആണ്. അതിൽപ്പെട്ട നമ്മുടെ പ്രീമിയത്തിൽപ്പെട്ട ഒരു കളക്ഷൻ, ഇറ്റാലിയൻ കളക്ഷനിൽ തന്നെ പെട്ട വെനീസ് ഇറ്റാലിയൻ. അതിന്റെ വാർഡ്രോബ് ആണ് അല്ലേ? ഇതിന്റെ 5 ഡോർ വാർഡ്രോബ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ ഒരു സൗകര്യങ്ങളും ഉണ്ട്. ഒരാൾക്ക് കംപ്ലീറ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേ കളറിൽ അതേ അതിന്റെ സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് ടേബിൾസും അതേ കളക്ഷനിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ തന്നെ കോട്ട്, അതുപോലെ തന്നെ ഡ്രസ്സറിന്റെ ഒക്കെ എലഗന്റ് ലുക്ക് കണ്ട കംപ്ലീറ്റ്ലി അത്ര ആളുകളെ മനം മയക്കുന്ന രീതിയിലൊരു കളക്ഷൻസ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഭയങ്കര രസമുണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന സമയത്ത് ആ സെയിം പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഇത് ശരിക്കും എന്താണ്, ആർട്ട് മാർബിൾ തന്നെ അല്ലേ? ഇത് ആർട്ട് മാർബിൾ തന്നെയാണ് വരുന്നത്. അതുപോലെ നല്ല സോളിഡ് വുഡിൽ, അത് നമ്മുടെ എല്ലാ സോളിഡ് വുഡിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാം കെമിക്കലി ട്രീറ്റഡ് ആയിരിക്കും. കാരണം കസ്റ്റമർ തരുന്ന എമൗണ്ടിന് നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഡൈനിങ് ടേബിൾ, ഈ ഒരു വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് എത്ര റേറ്റ് വരും? നമുക്കൊരു 55-65 ആ റേഞ്ച് മുതൽ ബെഡ്റൂംസിന്റെ സെറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് വിത്ത് സ്റ്റോറേജ് ഉള്ള കോട്ട് ഉൾപ്പെടെ നമുക്ക് വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അറൗണ്ട് നമുക്കൊരു 55 മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് സെറ്റിനാണ് പറയുന്നത്, സിംഗിൾ പീസ് അല്ല. നമുക്ക് റോയൽ
റോയൽ ഓക്കിനെ സംബന്ധിച്ചിടത്തോളം റോയൽ ഓക്കിൻ്റെ സോഫ സെറ്റിയുടെ ഒരു ബേസ് കളക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനി സിംഗിൾ സീറ്റർ ആണെങ്കിൽ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പുറകിലായിട്ട് ജസ്റ്റ് കണ്ട ബുദ്ധൻ്റെ അടിപൊളി വോൾ ആർട്ട്, ഇതെല്ലാം റോയൽ ഓക്കിൻ്റെ സാധനമാണ് കേട്ടോ. നമുക്ക് പിന്നെ അൽത്താഫ് വോൾ ആർട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് വോൾ ആർട്ട് നമുക്ക് 1000 അല്ലെങ്കിൽ 400 മുതൽ നമുക്ക് മോട്ടിവേഷൻ കോഡ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന അതായത് ഒരു ഗോൾഡൻ ഫിനിഷിംഗിൽ വരുന്ന ഈ വോളോട്ടൊക്കെ ജസ്റ്റ് 1500 ഉള്ളൂ. വെറും 49,000 രൂപയ്ക്ക് ഒരു ഹെവി സെറ്റപ്പ് സാധനം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിനി റിക്ലൈനർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ജസ്റ്റ് റിമൂവബിൾ ആണ്. ഇതിൻ്റെ മറ്റൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഫ കം ബെഡാണ്. അപ്പോൾ ജസ്റ്റ് വേണ്ട നമുക്ക് ഇത് അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇനി അതിലും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറേജ് ഉണ്ട്. വെറും 49,000 രൂപ മാത്രമേ ഉള്ളൂ. അതെ, മനോഹരമായിട്ടുള്ള വൈഡായിട്ടുള്ള സോഫ സെറ്റ് കാര്യങ്ങൾ. ഇത് അൽത്താഫ് പ്രോ മെറ്റീരിയൽ, ഇത് ജൂട്ട് കളക്ഷനിൽ വരുന്ന ഫാബ്രിക് തന്നെയാണ്. ഇതിലുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഒരു സീറ്റ് കൂട്ടാം, കുറയ്ക്കാം. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഈ വോളിൽ കാണുന്ന പോലെ ഈ 4 ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്തതുപോലെ ഒരുപാട് ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ്റെ പിക്ചേഴ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ ഓരോ പീസസ് നമുക്ക് സെപ്പറേറ്റ്ലി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക്, കുറേ ആളുകൾക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള സാധനമുണ്ട്. അതായത് അവർ ഈ ടീക്ക് വുഡ് ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു പഴയ ആ ഒരു ട്രെൻഡ് മാറൂല. എത്ര മോഡേൺ വന്നാലും അവരുടെ മനസ്സിന്റെ ആ ഒരു സാധനം വേണം എന്നുള്ളതാണ്. അതിന് ശരിക്കും റോയൽ ഓക്ക് ഒട്ടും പുറകിലല്ല അല്ലേ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു കോട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ പഴയ കാല ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയാം അത് അല്ലേ. അതിനകത്തേക്കുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള ഒരു വുഡ് ഫിനിഷിലുള്ള മോഡേൺ കൺസെപ്റ്റിലുള്ള ഒരു ഡൈനിങ് ടേബിൾ. അതുപോലെ തന്നെ അതേ അടിപൊളി ചെയർസ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം വുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാണ് വരുന്നത്? നമുക്ക് അറൗണ്ട് ഒരു 40-45 അല്ലെങ്കിൽ 30 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം. അതും വിത്ത് കുഷ്യൻസ് ആണ് നമുക്ക് വരുന്നത്. വുഡ് ഇതെല്ലാം നല്ല കംഫർട്ട് ആയിരിക്കും. ഒരു ബെഞ്ചിങ് കോൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ. അതേ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒന്നും പറയില്ല കേട്ടോ. ഭയങ്കര രസമുള്ള സാധനമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ടേബിള് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം ശരിക്കും ഇതിന്റെ ജസ്റ്റ് ഇത് ഏതാണ് വുഡ് ശരിക്കും? ഇത് ആക്ച്വലി ഷീഷാൻ വുഡാണ്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ റോസ് വുഡ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഷീഷാൻ വുഡ്. ശരിക്കും നമുക്ക് ഇവിടെ ഒരു കട്ട്ലറീസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഒന്നും പറയാനില്ല. പക്ഷേ ഇതിന്റെ ഒരു പോളിഷ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ കാണുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റില്ലേ, ഇമ്പോർട്ടർ ആയിട്ടുള്ള, ഇതൊരു 50,000 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ശരിക്കും വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ കാണുന്ന ഒരു TV കൺസോള്, അതുപോലെ തന്നെ അതേണ്ട ഈ കോട്ട്, സൈഡ് ടേബിൾ, മേക്കപ്പ് ടേബിൾ, വാർഡ്രോബ്സ്, ഇതെല്ലാം കൂടി നമുക്ക് ഒരു 50,000-60,000 രൂപ റേഞ്ചിന് മാട്രസ് ഉൾപ്പെടെ ആണെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എന്താ പറയുക കിടക്കുകളുടെ പരദീസ എന്നൊക്കെ തന്നെ പറയാം അല്ലേ. നമുക്ക് ലാസ്റ്റ് ഫ്ലോറാണ് റോയൽ ഓക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇത് നമുക്ക് ഈ ഒരു മാട്രസ് ഒക്കെ എത്രയാണ്? എനിക്ക് തോന്നുന്നു 10 ഇഞ്ചാന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് ഈ മാട്രസ് ഒക്കെ ജസ്റ്റ് 11 ഇഞ്ചസ് വരുന്നുണ്ട്. അത് നമുക്ക് 13,000 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സ്പ്രിംഗ് മാട്രസ് അല്ലേ. ഇതിനെല്ലാം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത് റോയൽ ഓക്കിന്റെ തന്നെ ഓൺ പ്രോഡക്ട്സ്. ഇവിടുത്തെ A to Z പ്രോഡക്ട്സ് എല്ലാം റോയൽ ഓക്കിന്റെ ആണ്, ഇൻക്ലൂഡിംഗ് ദിസ് കാർപ്പറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ സ്പ്രിംഗ് ആക്ഷൻ ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം. അതുപോലെ തന്നെ നല്ലൊരു ഹെഡ് സ്റ്റോറേജ് നമുക്ക് അതുകൊണ്ട് പുൾ ഔട്ട് ചെയ്താൽ മതി. അവിടെ ഒരു ഹെഡ് സ്റ്റോറേജ്, മൊബൈൽ ചാർജിങ്സ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കുഷൻസ് ഒക്കെയാണ്. ശരി, ഇവരുടെ തന്നെ നല്ല മെമ്മറി ഫോം വരുന്ന അത്യാവശ്യം നല്ല പില്ലോ ഒക്കെ 1,500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ചെറിയ കോഫി ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടേക്ക് വന്നാലും വിശാലമായ കളക്ഷൻസ് ആണ്. ഹൈ ഗ്ലോസി കളക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും എന്താണ് മെറ്റീരിയൽ? ഇത് വരുന്നത് കറക്റ്റ്ലി നമ്മുടെ HDF ആണ്. അതായത് കംപ്രസർ കൂട്ടി തന്നെ ഏറ്റവും ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യുന്ന HDF മെറ്റീരിയൽ. ഇത് നമുക്കൊരു എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള നമ്മളൊരു ടേബിൾ വരുന്നത്. ഇപ്പോൾ നമുക്ക് കോമൺലി 4 സീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 6 സീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പേസ് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇത് നമുക്ക് വലിക്കാൻ പറ്റും. നമ്മൾ സേഫ്റ്റി ലോക്കിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്തേക്കും കുട്ടികൾ വരുന്ന കളിക്കുന്ന സമയത്തൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് 3 സ്റ്റോറേജസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഒരു അപ് ടു 14 ഇയേഴ്സ് 14 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് സുഖമായിട്ട് അവരുടെ ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിലേ അടിപൊളിയാണ്.
വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓഫീസ് സെറ്റപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഇതേ അത്യാവശ്യം നല്ലൊരു ചെയർ, അതുപോലെ തന്നെ അടിപൊളി ഒരു സിസ്റ്റമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വെറും 17,500 രൂപയ്ക്ക് അടിപൊളി ഒരു ബുക്ക് ഷെൽഫ് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഫയൽസ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള, താഴെ ഒരു 3 ഇതിനകത്ത് വീണ്ടും തട്ടുകളുണ്ട്. 17,500 നമുക്കിത് കിട്ടും. ഈ ചെയറൊക്കെ വന്നിട്ട് ഏകദേശം ഒരു 10,000 റുപ്പീസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഒരുപാട് ആളുകൾ ഇപ്പം കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു സാധനമാണ് ഇത്തരത്തിലുള്ള ഹോം ഡെക്കോഴ്സ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. റോയൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വൈഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ചെറിയ സ്റ്റാച്യൂസ് ആവട്ടെ, അതുപോലെ പോട്ട്സ് കാര്യങ്ങളൊക്കെ ആയാലും, ഇനി ഇവിടേക്ക് വരുന്ന ശരിക്കും വോളാട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ റെക്സ്, ഒരുപാട് അത് കണക്ക് അത്യാവശ്യം ഈ പ്ലാന്റിനൊക്കെ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം കളക്ഷൻസ് ഉണ്ട്. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബുദ്ധ ആ ഒരു പ്രതിമ കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ റോയൽ ഓക്കിൽ ലഭ്യമാണ്. അപ്പം വ്യത്യസ്തമായ രീതിയിൽ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫർണിച്ചറൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. വൈഡ് ആയിട്ടുള്ള ഒത്തിരി രാജ്യങ്ങളുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ ഫ്രീ ഡെലിവറി ആണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.